എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഒന്ന് വേഗം നോക്ക്, ഇനി 4 പേരെ കൂടി കൂട്ടിയിട്ട് വേണം സ്കൂളിലെത്താൻ. പറച്ചോനെ, ഇനിയും 4 പേരോ? അതെ, 4 എന്തേ? അല്ല, ഒന്നുമില്ല. ഇതിലിനി 4 പേരെയും കൂടി കയറ്റാനുള്ള സ്ഥലം ഉണ്ടോന്ന് ചോദിച്ച എന്നോട്. ഉണ്ടോന്നോ? നിങ്ങൾക്കറിയോ, നമ്മളെ യൂണിയന്റെ നിയമം അനുസരിച്ച് ഇതിൽ 6 പേരെ കൂടി കയറ്റേണ്ടതാ, എന്നാലേ കാശ് മുതലാവൂ. എന്താ ചേച്ചി ഇത്? ഇപ്പൊ തന്നെ നേരം പോയി. സോറി കേട്ടോ, അരി വേവാനേ ഇത്ര സമയം കൂടുതൽ എടുത്തു, അതുകൊണ്ടാ. ഓട്ടോ മാമ, ഞാൻ എവിടെ ഇരിക്കേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്, ആ രാഹുലിന്റെ മടിയിലിരുന്നോ. എന്റെ മടിയില് സന്ദീപുണ്ട്. ആ, അപ്പൊ സന്ദീപിന്റെ മടി ഫ്രീ ആയിരിക്കുമല്ലോ, നീ അവിടെ കയറി ഇരുന്നോ. എന്റെ മടിയില് ആരിഫിന്റെ ബാഗാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, മോൻ എന്റെ മടിയിൽ കയറി ഇരിക്കെ, അതാവുമ്പോ കുറേശ്ശെ ഡ്രൈവിംഗും പഠിക്കാം. എടോ, താൻ എന്ത് പണിയാടോ കാണിക്കുന്നത്? ഇങ്ങനെയാണല്ലോടാ കുട്ടികളെ കൊണ്ടുപോണ്. എടാ, ഇത് നിയമം വരുതല്ലേ? ഓ ആണല്ലേ, എന്നാ ചേട്ടൻ പോയി കേസ് കൊടുക്ക്. അല്ല പിന്നെ ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ഇപ്പൊ തന്നെ പോലീസ് പരാതിപ്പെടണം. നിർത്ത്. വർഷോനെ, 100 ആയുസാണല്ലോ നമ്മളെ കേരള പോലീസിന്. ഫോണിന്റെ പൈസ ലാഭായി. ഇതിനൊക്കെ കയ്യോടെ നടപടി എടുക്കണോ? എന്താടോ ഇത്? ഒരു ബസ്സിനുള്ള ആളുണ്ടല്ലോ. അത് സാർ, പിന്നെ പെട്രോളിന്റെ പൈസയൊക്കെ ഇങ്ങനെ അടിക്കടി കൂടുകയല്ലേ, ഇങ്ങനെ അല്ലാണ്ട് ഓടിയാ ഒക്കൂല്ല സാറേ. ഇതൊക്കെ ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാ? സെന്റ് ആൽബർട്ട്സില്. അപ്പോ നിങ്ങള് മാവൂർ റോഡ് വഴിയല്ലേ പോവാ? അതെ, മാവൂർ റോഡ് വഴി പൊറ്റമ്മലേക്ക്. വെരി ഗുഡ്. എന്നാല് താൻ അങ്ങ് പോകുന്ന വഴിക്ക് എന്നെ ആ മാവൂർ റോഡ് ജംഗ്ഷനിൽ ഒന്ന് ഇറക്കി തന്നേക്ക്. പറച്ചോനെ, ഈ മക്കളെ ഈ എന്നെ കാത്തോളണേ.